കൊല്ലത്ത് സ്ത്രീധനത്തിന്റെ പേരിൽ ഭാര്യയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി ഇന്നാണ്. കൊല്ലം അഡീഷണൽ ജില്ലാ കോടതിയാണ് വിധി പറയുക. തുഷാര എന്ന 28-കാരി കൊല്ലപ്പെട്ട കേസിൽ ഭർത്താവും ഭർത്തൃമാതാവും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. അരുൺരാജാണ് ചേരുന്നത് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി. അരുൺരാജ്, കൊലപാതകം എന്നൊന്നും വെറുതെ അങ്ങ് പറഞ്ഞു പോകാൻ പറ്റില്ല. അതിക്രൂരമായി തന്നെ അതിനെ കൊലപ്പെടുത്തി. 2019 തുഷാര മരിക്കുന്നത്. പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ ശിക്ഷ ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ നൽകും എന്ന് തന്നെ പ്രതീക്ഷിക്കാമോ? എന്താണ് ഇന്നത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്? ക്രിസ്റ്റീന സ്മിത, ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതി വിചാരണ വേളയിലും ഒടുവിൽ ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ വേളയിലും കോടതി തന്നെ പറഞ്ഞത് ഇന്ത്യയിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ അതിക്രൂരമായ കൊലപാതകം എന്നുള്ളതാണ്. സ്വാഭാവികമായും അതിശക്തമായ ശിക്ഷ ഈ പ്രതികൾക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മളടക്കമുള്ളവർ കരുതുന്നത്. 2013 തുഷാരയും ചന്തുലാലും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. തുടർന്ന് 5.5 വർഷത്തിനിപ്പുറം ഈ തുഷാരയെ കടുത്ത ശാരീരിക പീഡനത്തിന് ഇടയാക്കിക്കൊണ്ട് ഈ ചന്തുലാലും അതുപോലെ തന്നെ ചന്തുലാലിന്റെ അമ്മയായ ഗീതയും കൂടി കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ മരിക്കുമ്പോൾ തുഷാരയുടെ മൃതദേഹത്തിന്റെ ഭാരം 21 കിലോഗ്രാം മാത്രമാണ്. അതായത് പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു ഈ പ്രതികൾ ഈ തുഷാരെ എന്നുള്ളതാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം സൂചിപ്പിച്ചിരിക്കുന്നത്. ആമാശയത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങളുടെ സാന്നിധ്യം പോലും ഉണ്ടായിരുന്നില്ല. ഈ നട്ടെല്ലിലേക്ക് ഈ ശരീരം ഒട്ടിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് നമ്മൾ കേട്ടിട്ടൊക്കെയുള്ളൂ, പട്ടിണി മൂലം നട്ടെല്ലിലേക്ക് ഒട്ടുന്നു എന്ന്. പക്ഷേ അത് അത്തരത്തിലായിരുന്നു ശരീരം എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊന്ന്, ഈ ചർമ്മം പൂർണ്ണമായും വരണ്ടിരുന്നു എന്നുള്ളതാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം. ശരീരത്തിലെ ആന്തരികവയവങ്ങളിലെല്ലാം നീർക്കെട്ട് ബാധിച്ചിരുന്നു. അതിക്രൂരമായ ഒരു കൊലപാതകം, ഒരു മരണമായിരുന്നു തുഷാരയെ തേടി എത്തിയിരുന്നത് എന്നുള്ളതാണ് കോടതിയിൽ തന്നെ ഈ വിചാരണ വേളയിൽ പ്രോസിക്യൂഷൻ ആവർത്തിച്ച് വ്യക്തമാക്കിയത്. എന്തായാലും പ്രോസിക്യൂഷന്റെ വാദങ്ങൾക്ക് ബലം വരുന്ന രീതിയിൽ ശാസ്ത്രീയ തെളിവുകൾ കൂടി കോടതിക്ക് മുമ്പാകെ പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിഞ്ഞു. പ്രോസിക്യൂട്ടർമാർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഈ ശാസ്ത്രീയ തെളിവുകൾ അത് അടിസ്ഥാനമില്ലാത്തതാണെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. പക്ഷേ ആ വാദങ്ങളെ കോടതി തന്നെ ഖണ്ഡിക്കുന്ന അവസ്ഥയാണ് വിചാരണ വേളയിൽ ഉണ്ടായത്. ഈ കേസിൽ ഈ തുഷാരയുടെ 1.5 ഈ മരിക്കുന്ന സമയത്ത് തുഷാര മരിക്കുന്ന സമയത്ത് മക്കൾക്ക് 1.5 3 വയസ്സും മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ കുട്ടികളെ നേരിൽ കാണാനോ അവരെ വത്സലിക്കാനോ ഈ അമ്മയ്ക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ള ക്രൂരമായ ഒരവസ്ഥ കൂടി അമ്മ നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഈ വിചാരണ വേളയിൽ കോടതിക്ക് മുമ്പാകെ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദങ്ങളിലൊന്ന്. ഈ 3.5 വയസ്സുള്ള കുട്ടി തന്റെ അമ്മ നേരിട്ട പീഡനങ്ങളെ കുറിച്ച് കോടതിക്ക് മുമ്പാകെ വിവരിക്കുകയും ചെയ്തു. അങ്ങനെ അമ്മയുടെ ഈ അധ്യാപികയുടെയും ഈ കുട്ടിയുടെയും അയൽവാസികളുടെയും എല്ലാം മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് കൊല്ലം ജില്ലാ സെഷൻസ് കോടതി അല്പസമയത്തിനകം ഈ കേസിൽ വിധി പ്രസ്താവിക്കും. ഈ കേസിൽ പ്രതികൾ കടുത്ത ശിക്ഷ തന്നെ ലഭ്യമാക്കണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പാകെ വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം. ശരി, അരുൺരാജാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.